സ്നേഹപൂർവ്വം ഏറ്റവും പ്രിയപ്പെട്ട പ്ലസ് ടുവിലെ മക്കളോട്, മാത്സ് ഈസി ആണോ ടഫാണോ? നിങ്ങൾ പബ്ലിക് എക്സാമിനെ ഫേസ് ചെയ്യാൻ പോകുന്ന അവസാനത്തെ സ്റ്റേജിലാണ്. ഈ ഒരു സമയത്ത് ഞാൻ ഈ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും ഉത്തരം പറയുന്നത്? നിങ്ങൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈസി എന്നേ പറയും. അല്ലാത്ത ഒരാളാണെങ്കിൽ സർ ടഫാണ്, നടക്കുന്നില്ല, ഇനി നടക്കുമോ എന്ന് അറിയില്ല എന്നുള്ളതായിരിക്കും പറയാം. എങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾ ഏത് ടൈപ്പുള്ള ആളാണെങ്കിലും ഇനി അങ്ങോട്ട് മാത്സ് നിങ്ങൾക്ക് ഈസി ആകാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്സ് ഈസി ആകുമോ? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആകാനുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഈസിനെസ് ഫീൽ ചെയ്യും. സോ എന്തൊക്കെയാണ്? മാത്സ് ഈസിയാണ്, ടഫല്ല. മാത്സ് ഈസിയാണ്, ടഫല്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഫസ്റ്റ്, നിങ്ങൾ മാത്സ് പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും ഒരു മൈൻഡ് സെറ്റ് കൃത്യമായിട്ട് ഉറപ്പിച്ച് വെക്കുക. നിങ്ങളൊന്ന് റെഡിയാകുക. നിങ്ങൾ റെഡിയാകാതെ ഫുള്ള് മൈൻഡോട് കൂടി വരാതെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളൊന്ന് റെഡിയായി വരിക, നിങ്ങളൊന്ന് ഒരുങ്ങി വരിക എന്നുള്ളതാണ്. അത് പഠിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അത് മാത്സിൻ്റെ കേസിൽ മാത്രമല്ല, എല്ലാ സബ്ജക്റ്റിൻ്റെ കേസിലും. ആൻഡ് രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പഠനത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ആദ്യം ഒന്ന് ഒഴിവാക്കി വെക്കുക. ഇതെല്ലാ സബ്ജക്റ്റിലും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് നിങ്ങളുടെ എല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റി വെച്ചോ. നിങ്ങളാൽ റെഡി ആയിട്ട് വന്നോ. തീർച്ചയായിട്ടും ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ആൻഡ് മാത്സിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ പഠിച്ചാലാണ് ഇനിയുള്ള സമയങ്ങളിൽ നമുക്ക് മുഴുവനായിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക? ഇനി മുഴുവനായിട്ടുള്ള മാർക്കൊന്നും വേണ്ട, ജസ്റ്റ് പാസ് മാർക്ക് മതി, അതേ ഞാൻ അർഹിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നവർക്ക് അതെങ്ങനെയാണ് സാധിക്കാൻ പറ്റുക? സിമ്പിൾ കാര്യമാണെടാ. നിങ്ങൾ ആദ്യം നിങ്ങളാൽ റെഡിയായി വന്ന് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒന്ന് മാറ്റി നിർത്തി അകറ്റി നിർത്തിയിട്ട് മാത്സ് പഠിക്കാൻ വരണം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ആദ്യം നിങ്ങൾ ഒരുപാട് ചാപ്റ്റേഴ്സ് നമുക്ക് മാത്സിലുണ്ട്. 13 ചാപ്റ്റേഴ്സാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ഈ 13 ചാപ്റ്റേഴ്സിൻ്റെയും നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളെല്ലാം ഒരു ഷോർട്ട് നോട്ടായിട്ട് കീപ്പ് ചെയ്യാം. എല്ലാ ചാപ്റ്ററിൽ നിന്നും ചെറിയൊരു ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ചില ചാപ്റ്റേഴ്സിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഇക്വേഷൻസ് ഉണ്ടാകും. നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ചാപ്റ്ററിലെ ഷോർട്ട് നോട്ട് ഒന്ന് കീപ്പ് ചെയ്യുക. ഇക്വേഷൻസ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സിനെ പറ്റിയും ഒരു ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ കിട്ടും. ഷോർട്ട് നോട്ട് നിങ്ങളുടെ കയ്യിലുണ്ട്, ഇക്വേഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ട്, ഒരു ഏകദേശ ഐഡിയ നിങ്ങൾക്ക് ആയിട്ടുണ്ട്. പിന്നെ ചെയ്യേണ്ടത് എന്താ? ഈ ഇക്വേഷൻസും ഷോർട്ട് നോട്ടൊക്കെ മാത്രം പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്സ് കഴിച്ചില്ലാവോ? ഇല്ല. ഇത് ബയോളജി ഒന്നും അല്ലല്ലോ. നമ്മൾ കാണാതെ കുറേ കാര്യങ്ങൾ പഠിച്ച് ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടാൻ വേറെ സബ്ജക്റ്റ് പോലെയല്ല മാത്സ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്, വെറുതെ നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്ത് വായിക്കാതെ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് നോട്ട്ബുക്ക് ഫോളോ ചെയ്യരുത്. നോട്ട്ബുക്കിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ കാണും, അതിങ്ങനെ വെറുതെ വായിച്ചു നോക്കിയിട്ട് സിമ്പിളായുള്ള ഒരു ചോദ്യമായിരിക്കും. ചിലപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം, LPPയിലുള്ള ഗ്രാഫ് വരയ്ക്കാനുള്ളൊരു ചോദ്യമാണ്. എന്നിട്ട് ബൗണ്ടറി റീജിയൻ മാർക്ക് ചെയ്യാനുള്ളതാ. ഓക്കെ, ഇത് കാണുന്നുണ്ടോ? ഇതെനിക്കറിയാം. അങ്ങനെ പറഞ്ഞ് അറിയാം എന്ന് പറഞ്ഞു ഒരു ലൈന് പോലും സ്കിപ്പ് ചെയ്യരുത്. അതായത് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളെ നോട്ട്ബുക്കിലുള്ള എല്ലാ ചോദ്യങ്ങളും, നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് എഴുതി തന്നതാവട്ടെ, നിങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാവട്ടെ, ഇനി നമ്മുടെ PDF നോട്ട്സുകളാവട്ടെ, എന്താണെങ്കിലും നിങ്ങൾ ആ നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് അതിലെ പ്രോബ്ലങ്ങൾ നോക്കുക. നിങ്ങൾ തന്നെ സോൾവ് ചെയ്യുക. ഒരു വട്ടം നിങ്ങൾക്ക് നോക്കാം ആൻസറൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ പ്രോബ്ലം എല്ലാം കൃത്യമായിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കും. ആൻഡ് ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങളെല്ലാം എനിക്കറിയാം എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എക്സാം ആളെത്തുന്ന സമയത്ത് ഒരു പകുതി എത്തുന്ന സമയത്ത് സ്റ്റക്കായി പോകും. ഒരു പ്രോബ്ലം 6 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾ പകുതി വരെ ശരി, അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് അറിയില്ല, 3 മാർക്കേ കിട്ടും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ ഒന്നും ചെയ്യാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അവിടെ തെറ്റി 3 മാർക്ക് പോയി. 3 മാർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ മാർക്കല്ലല്ലോ. അപ്പോൾ ഓരോ പ്രോബ്ലവും നിങ്ങൾ കൃത്യമായിട്ട് നോട്ട്ബുക്കിലുള്ളത് ചെയ്ത് പഠിക്കണം. മാത്സിൻ്റെ കേസിൽ പ്രത്യേകിച്ച് ചെയ്ത് പഠിക്കുക. ഓവർ കോൺഫിഡൻസ് പറ്റില്ല. നിങ്ങൾക്ക് ഏത് ചോദ്യം ഈസിയാണെന്ന് തോന്നുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതി പഠിക്കുക. അതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തത് ഞാൻ പറയാൻ പോകുന്നത് ഫുൾ മാർക്ക് എയിം ചെയ്യുന്ന കുട്ടികൾക്ക്. ഇനി പാസ് മാർക്ക് മാത്രം മതി, ഞങ്ങൾ അതേ അർഹിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നവർക്ക് വേണ്ടിയുള്ള കാര്യം പറഞ്ഞുതരാം. ഫുൾ മാർക്കാണ് നിങ്ങൾ എയിം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ അതിലുള്ള എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, ചിലതൊന്നും ഞങ്ങൾക്ക് അറിയാത്തതാണ്, അങ്ങനത്തത് കുറച്ച് മാറ്റി വെച്ചോ. എന്നാലും ഒരു 90% ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ 90% NCERTയിലുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ? നിങ്ങൾക്ക് ഉറപ്പാണ് ഫുൾ മാർക്ക്. നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടും. ഇനിയിപ്പോൾ ഈ NCERT ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ എല്ലാ ക്വസ്റ്റ്യനൊന്നും അവിടെ സോൾവ് ചെയ്തിട്ടില്ലല്ലോ, ക്വസ്റ്റ്യൻസ് മാത്രമല്ലേ ഉള്ളത്. എന്ത് ചെയ്യും?
ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ നമ്മുടെ ആപ്പിൽ ഫസ്റ്റ് വിൻഡോയിൽ തന്നെ നിങ്ങൾക്ക് അടിയിൽ PYQs എന്ന് പറഞ്ഞ PYQs ഉണ്ട്. അവിടെ NCERT സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഫയലൊക്കെ കാണാം. അവിടെ നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്കിലെ കംപ്ലീറ്റ് സൊല്യൂഷൻ ഉണ്ട്, എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും. അവിടെ ബാക്കിയുള്ള കുട്ടികൾക്കും ആപ്പിൽ ലോഗിൻ ചെയ്താൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക, NCERT സൊല്യൂഷൻ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുമല്ലോ, അല്ലെ അതിൻ്റെ PDF ഉണ്ടാവുമല്ലോ, എടുക്കുക ആൻഡ് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടി ആ സൊല്യൂഷൻസ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഗൂഗിളിൽ കയറി ഒന്ന് വെറുതെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഫുൾ മാർക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണം. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്താൽ മതി. NCERT ക്വസ്റ്റ്യൻസ് ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടും. കാരണം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് നല്ല ഐഡിയ ഉണ്ടാവും, നിങ്ങൾക്ക് ആ കൺസെപ്റ്റുകളൊക്കെ വളരെ ക്ലിയർ ആയിരിക്കും. പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? എന്നാലും PYQs ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അതെന്തിനാണ് PYQs ഫോളോ ചെയ്യുന്നത്? 4 മാർക്കിൻ്റെ ഒരു ചോദ്യമാണെങ്കിൽ ചിലപ്പോൾ അത് 2 സെക്ഷനായിട്ട് ഉണ്ടാക്കാം. 1 മാർക്കിൻ്റെ ഒരു ചോദ്യം, 1 മാർക്കിൻ്റെ ഒരു ചോദ്യം, ഒരു 2 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ A ക്വസ്റ്റ്യൻ ചിലപ്പോൾ B ക്വസ്റ്റ്യനിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടാവും, B ക്വസ്റ്റ്യൻ ആയിരിക്കും C ക്വസ്റ്റ്യനിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേണിനെ പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ട് PYQs കൂടി ഒന്ന് സോൾവ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. PYQs ഒക്കെ നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയായിരിക്കും. ചിലതൊക്കെ കുറച്ച് വാല്യൂസും കാര്യങ്ങളൊക്കെ മാറിയിട്ടുള്ളത് ഉണ്ടാകും. എന്നാലും നിങ്ങൾ PYQs കൂടി റെഫർ ചെയ്യണം, തീർച്ചയായിട്ടും റെഫർ ചെയ്യണം. PYQ കൂടി റെഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ മാത്സിൽ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ട് ഉണ്ടാക്കണം, ആൻഡ് ഇക്വേഷൻസും കാര്യങ്ങളും എഴുതി വെക്കണം, നോട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കണം, എഴുതി പഠിക്കണം. എന്നിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് സമയം എടുക്കില്ലേ? അങ്ങനെ ഒരുപാട് സമയമൊന്നും എടുക്കുകയൊന്നുമില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരുപാട് സമയം എടുക്കുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈസി ചാപ്റ്റേഴ്സ് ഒക്കെ ആദ്യം പഠിക്കുക. ഈസി ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, മാത്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ +2 മാത്സിൽ ഈസി ആയുള്ള ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് മെട്രിക്സ്, ഡിറ്റർമിനൻറ്റ്, വെക്റ്റർ, 3D, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ഈ 5 ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്, പെട്ടെന്ന് തീരുന്നതാണ്. പിന്നെയും കുറച്ചുകൂടി ഉണ്ട്, ഇൻവേഴ്സ് റിലേഷൻ, ഇതൊക്കെ ചെറുതാണ്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, അതും ചെറിയ ചാപ്റ്ററാണ്. പിന്നെ ചെറുത് പറയുകയാണെങ്കിൽ പ്രോബബിലിറ്റിയാണ് പിന്നീടും കുറച്ചുകൂടി ഉള്ളത്. ഓക്കെ, അത് കുറച്ചൊരു വലുതാണ്, എന്നാലും പ്രോബബിലിറ്റി ആ ഒരു ഓർഡറിൽ പഠിക്കുക. അപ്പോൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സോ ടേക്ക് ടൈം ഫോർ ബിഗ് ഫിഷ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്, ഇൻ്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പ്രോബബിലിറ്റിയും ആണെങ്കിൽ നമുക്ക് ആ ഗണത്തിൽ പെടുത്തട്ടോ. ഇങ്ങനെയുള്ള വലിയ ചാപ്റ്റേഴ്സിന് നിങ്ങൾ കുറച്ചധികം സമയം എടുത്തോ, എന്നാലും പ്രശ്നമല്ല. ചെറിയ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഈസിലി മനസ്സിലാകുന്നതായിരിക്കും, നിങ്ങൾക്ക് നല്ലതുപോലെ അറിയുന്നതായിരിക്കും. അപ്പോൾ നല്ല അറിയുന്ന ഒരു ചാപ്റ്റർ ആണെങ്കിലോ നിങ്ങൾ വെറുതെ ക്വസ്റ്റ്യനൊക്കെ നോക്കുക, ചെയ്യാൻ പറ്റുമെന്ന് ഷുവർ ആണെങ്കിൽ, കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ എല്ലാ ടൈപ്പും ഓരോന്ന് ചെയ്ത് നോക്കുക. ഒരു പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്ക് വേഗം അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ ചെറിയ ചാപ്റ്റർ ഒരു 6-7 ചാപ്റ്റർ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ബാക്കിയുള്ള ഈ 5-6 ചാപ്റ്റേഴ്സ് നിങ്ങൾ 3 ദിവസം എടുത്തിട്ടായിരിക്കും തീർക്കുന്നത്. മതി. +2 എക്സാമിൻ്റെ ഇടയിൽ 7 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. പബ്ലിക് എക്സാം എയിം ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രശ്നം വരില്ല. വലിയ ചാപ്റ്റേഴ്സിന് സമയം എടുത്തോ, ചെറിയ ചാപ്റ്റേഴ്സിന് കുറഞ്ഞ സമയം എടുത്തിട്ട് പെട്ടെന്ന് തീർക്കുക, വലിയ ചാപ്റ്റേഴ്സിന് നല്ല സമയം എടുത്തിട്ട് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യണോ? വേണ്ട. ഒരിക്കലും ഒരു ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യരുത്. ഇനിയിപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഇൻ്റഗ്രേഷൻ എല്ലാം ഏകദേശം അറിയാം, പക്ഷെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് എത്തുമ്പോൾ പ്രശ്നമുണ്ട്. അത്രയും പ്രശ്നമാണ്. പഠിച്ചിട്ടും കയറുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല എന്ന നിലക്കാണെങ്കിൽ ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്തു, പക്ഷേ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യരുത്. ആ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വന്നിട്ടില്ലെങ്കിലും ബാക്കിയുള്ളതിൽ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടില്ലേ. അപ്പോൾ ഒരു ടോപ്പിക് അറിയില്ല എന്ന് വിചാരിച്ച് ഒരിക്കലും ഒരു ചാപ്റ്റർ മൊത്തം സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഒരു ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്യരുത്. അങ്ങനെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തേ മതിയാവുമെന്ന് തോന്നുകയാണെങ്കിൽ ഒരൊറ്റ ചോദ്യം മാത്രം ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടാവും. പക്ഷേ വലിയ ലെങ്തി ചാപ്റ്റർ ആയിരിക്കും, പക്ഷേ ഒരു ചോദ്യം മാത്രമേ ആ ചാപ്റ്റർ ഒന്ന് ചോദിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ചാപ്റ്റേഴ്സൊക്കെ നോക്കിയിട്ട് സ്കിപ്പ് ചെയ്യാം. പക്ഷെ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. റെഡി? ഇനി അടുത്തത്, ഞാൻ ഫുൾ മാർക്ക് കിട്ടുന്നവരുടെ കാര്യം പറഞ്ഞല്ലോ. ഇനി ഞങ്ങൾക്കൊരു പാസ് മാർക്ക് മതി, കുറഞ്ഞ മാർക്ക് കിട്ടി ഒന്ന് പാസ്സായാൽ മതി. ഞങ്ങൾ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം? കുറഞ്ഞ സമയം ചിലവഴിക്കാൻ പറ്റും, ഒരുപാട് സമയമൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾ കുറച്ച് മടിയന്മാരാണ്. കുറഞ്ഞ മാർക്ക് മതി, പാസ്സാക്കാൻ പറ്റും. തീർച്ചയായിട്ടും പാസ്സാകാൻ പറ്റും എന്നുള്ളത് മാത്രമല്ല, പാസ്സാകാൻ ആകെ എത്ര മാർക്ക് മതി? 18 മാർക്ക് മതി. നിങ്ങളുടെ 30% മാർക്ക് മതി 60-ൽ. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു 60-ൽ 30 മാർക്ക് ഷുവറായിട്ട് കിട്ടാൻ പോകുന്ന 5 ചാപ്റ്റേഴ്സ്. ആദ്യത്തേത് നോക്കിക്കേ, ആദ്യത്തേത് മെട്രിക്സിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 7 മാർക്കാണ്. മെട്രിക്സിൽ നിന്ന് 7 മാർക്ക്. രണ്ടാമത്തേത് ഡിറ്റർമിനൻറ്റിൽ നിന്ന് 6 മാർക്ക് കിട്ടും. മൂന്നാമത്തേത് വെക്റ്ററിൽ നിന്നും നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടും. ആൻഡ് അടുത്തത് 3D കഴിഞ്ഞ വർഷം ചോദിച്ചത് 4 മാർക്കിനാണ്. ആൻഡ് അടുത്തത് ലാസ്റ്റുള്ള LPP. ഇതൊക്കെ ഈസി ചാപ്റ്റേഴ്സാണ്. LPP 6 മാർക്ക്. ഇതെല്ലാം കൂടി കൂട്ടി നോക്ക്. 7 6 13, 13 7 20, 30 ആയിട്ടുണ്ട് അല്ലേ? 30 ആയിട്ടുണ്ട്. അപ്പോൾ 30 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് ഈ 5 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ കിട്ടും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്
നിങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണെങ്കിലും ഒന്നും അറിയാത്ത ആളാണെങ്കിലും ആദ്യം ഈ 5 ചാപ്റ്റർ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അത് കഴിഞ്ഞാൽ ഈസി ഉള്ളത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് അത്യാവശ്യം സമയം എടുത്തുകൊണ്ട് പഠിക്കാമല്ലോ. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഈ 5 ചാപ്റ്റേഴ്സ് നോട്ട് ചെയ്തോ, തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഈ 5 ചാപ്റ്റേഴ്സ് പഠിച്ചാൽ നിങ്ങളുടെ ടോട്ടൽ മാർക്കിൻ്റെ 50% നിങ്ങൾക്ക് കിട്ടി. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഇത്രയും കാര്യങ്ങളൊന്ന് നിങ്ങൾ ഇന്ന് നീറ്റായിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന മാർക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം ഷാമിൽ. ബൈ.